എ സി ത്രൂ റെസിസ്റ്റർ ഓൺലി നമ്മൾ ഡീൽ ചെയ്തു. എ സി ത്രൂ ഇൻഡക്ടർ ഓൺലി അത് നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള മൂന്നാമത്തെ സബ് ടോപ്പിക്കാണ് എ സി ത്രൂ കപ്പാസിറ്റർ ഓൺലി. റെസിസ്റ്ററിന് പകരം അല്ലെങ്കിൽ ഇൻഡക്ടറിന് പകരം നമ്മുടെ കയ്യിലുള്ളത് ഒരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതാണ് നമ്മുടെ വളരെ ചെറിയ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഒരു കപ്പാസിറ്റർ ഉണ്ട്, നമ്മളോട് അപ്ലൈ ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആണ്. അതിനുള്ള ഇക്വേഷൻ E = E0 sin ωt ആണ്. അതിന് ഞാൻ 1 എന്നും ഫസ്റ്റ് ഇക്വേഷനായിട്ട് അത് ലേബൽ ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിൻ്റെ ഫലമായിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും. അതിനെ ഞാൻ I എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. I = എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇ എം എഫ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നു. E = E0 sin ωt. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറൻറ്റിൻ്റെ ഇക്വേഷൻ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ കണ്ടെത്തണം. രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുന്നു, ഫേസ് ആംഗിൾ ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം ഫേസ് ആംഗിൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നു, അതിൻ്റെ ഗ്രാഫും വരയ്ക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സബ് ടോപ്പിക്കിൻ്റെ കീഴിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് കറൻറ്റിനുള്ള ഇക്വേഷൻ കണ്ടെത്തലാണ്. ഇ എം എഫിലുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, E = E0 sin ωt. ഇനി ഒരു കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ചാർജ് = കപ്പാസിറ്റൻസ് × പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Q = CV. കറൻറ്റിനുള്ള ഇക്വേഷൻ എന്താണ്? dQ/dt. അതായത് കറൻറ്റ് I = dQ/dt. ഇതിൽ Q എന്ന് പറയുന്ന ചാർജിന് നമുക്ക് വേണമെങ്കിൽ C × V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d/dt of CV. ഇനി വിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇ എം എഫും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിയെ മാറ്റി ഇ എം എഫ് കൊടുത്തിരിക്കുന്നു. I = d/dt of C × E. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫ് ആണ്. തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ഒരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും. കപ്പാസിറ്റൻസ് C = ε0 A/d. അതായത് ഏരിയ, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ കപ്പാസിറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് അവിടെ ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് ഞാൻ ആ കപ്പാസിറ്റൻസിനെ എടുക്കുകയാണ്. I = C × d/dt of E. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഇതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 E = E0 sin ωt ആണ്. ഇക്വേഷൻ 2 I = C × d/dt of E. ഇനി ഇവിടെയുള്ള ഈ ഇ എം എഫിന് നമുക്ക് ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? E0 sin ωt എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ മാറും? സബ്സ്റ്റിറ്റ്യൂട്ട് 1, ദിസ് ഈസ് ഇക്വേഷൻ 1, ഇൻ 2, ഇതാണ് ഇക്വേഷൻ 2. I = C × d/dt of ഇ എം എഫ്, ഇക്ക് പകരം E0 sin ωt. ഇനി I = E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ്. അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതൊരു കോൺസ്റ്റൻ്റാണ്, സമയത്തിനനുസരിച്ച് അത് മാറത്തില്ല. അതുകൊണ്ട് I = C × E0 × d/dt of sin ωt. ഇനി C × E0 ഞാൻ അവിടെ ഇട്ടിരിക്കുന്നു, ഇൻറ്റു d/dt of sin ωt. അതായത് sin ωtയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് cos ωt × ഒമേഗയാണ്. രണ്ട് വേരിയബിൾ ഉള്ള കാരണം നിങ്ങൾ ആ വേരിയബിളിനെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഡിഫറൻസിയേഷൻ്റെ റൂളാണത്. അങ്ങനെയെങ്കിൽ I = C E0 × cos ωt × ഒമേഗ എന്ന് വരും. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? I = E0 എഴുതി. E0 ഇൻറ്റു ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു ഒമേഗയുണ്ട്, രണ്ടും കൂടി ഞാൻ അടുപ്പിച്ച് എഴുതി. E0 × C ω × ബാക്കിയുള്ള cos ωt. ഇനി ഇവിടെയുള്ള ഈ C ഒമേഗയെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒറ്റയടിക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, മാത്തമാറ്റിക്കലി ആ ഇക്വേഷൻ കറക്റ്റ് ആവണം. അതുകൊണ്ട് E0 × C ഒമേഗയെ ഞാൻ E0/1/C ഒമേഗ എന്ന് എഴുതുകയാണ്. ഈ C ഒമേഗ നേരെ മുകളിലേക്ക് പോയിക്കോളും. മാത്തമാറ്റിക്കലി ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റാണ്. സോ E0 അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് E0 × C ഒമേഗയെ E0/1/C ഒമേഗ എന്ന് എഴുതി ബാക്കിയുള്ള cos ωt അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്.
ഇതാണ് കറണ്ടിനുള്ള ഇക്വേഷൻ. I is equal to E0 by 1 by C omega into cos omega t. പക്ഷേ ഈ ഒരു ഇക്വേഷൻ കോസിൻ്റെ ടേമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇ എം എഫിലുള്ള ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ് ഒമേഗ ടിയെ സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ π/2 പ്ലസ് ഒമേഗ ടി എന്നോ അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് π/2 എന്നോ എഴുതാം. ഞാനിവിടെ എടുക്കുന്നത് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നാണ്. അതായത് കോസ് ഒമേഗ ടിക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതാം. സോ I ഈസ് ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗ അവിടെ തന്നെയുണ്ട്, ഈക്വൽ ടു E0 ഈക്വൽ ടു ഇല്ല, I ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ 1 ബൈ സി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടിക്ക് പകരം എന്ത് എഴുതിയിരിക്കുന്നു? സൈൻ ഒമേഗ ടി പ്ലസ് π/2 എഴുതിയിരിക്കുന്നു. ഇനി ചെറിയൊരു മാറ്റം കൂടി ഞാനിവിടെ വരുത്തുകയാണ്. I ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗയ്ക്ക് പകരം ഞാൻ I0 കൊടുത്തിരിക്കുന്നു. അതായത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് I0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇതാണ് നമ്മുടെ കറണ്ടിനുള്ള ഇക്വേഷൻ. ഇതായിരുന്നു ഇ എം എഫിനുള്ള ഇക്വേഷൻ, ഇതാണ് കറണ്ടിനുള്ള ഇക്വേഷൻ. അതിൽ I0 ഈസ് ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗയാണ്. I0 ഈസ് ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗയാണ്. നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അവിടെ നമുക്ക് കിട്ടിയത് E0 ബൈ എൽ ഒമേഗയാണ്. അപ്പോൾ എൽ ഒമേഗ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫേഡ് ബൈ ദ ഇൻഡക്റ്റർ എന്ന് പറയാം. ഇവിടെ നിന്ന് നോക്കൂ, I0 ഈസ് ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗയാണ്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓംസ് ലോയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഓംസ് ലോ എന്താണ്? I ഈക്വൽ ടു ഇ ബൈ ആർ ആണ്, ആറ് റെസിസ്റ്റൻസും. ഇവിടെ ആറിന് പകരം കിടക്കുന്ന ആളാരാണ്? 1 ബൈ സി ഒമേഗ. അതായത് ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് 1 ബൈ സി ഒമേഗ. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിച്ചു. ഇവിടെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമുക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സി ഒമേഗ. ഇനി ഇക്വേഷൻ 1ഉം നമ്മുടെ ഇക്വേഷൻ 3യുമായിട്ട് കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 3 I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. ഇക്വേഷൻ 1 E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടിയുമാണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇവർ തമ്മിൽ ഇൻ ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. ഇവർ തമ്മിലൊരു ആംഗിൾ ഉണ്ട്. എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രിയാണ് ആംഗിൾ. ഇൻഡക്ടറിലും 90 ഡിഗ്രി തന്നെയായിരുന്നു, കപ്പാസിറ്ററിൽ എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻഡക്ടറിൽ മൈനസ് π/2 ആണെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിൽ അത് പ്ലസ് π/2 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇ എം എഫിനേക്കാൾ 90 ഡിഗ്രി π/2 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട് കറണ്ട്. ഇവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്, ഇ എം എഫ് ആണ് ലാഗ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡയറക്ഷനുള്ള റൊട്ടേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നിൽ കറണ്ട് പോകും, അതിന് 90 ഡിഗ്രി പുറകിലാണ് ആര് വരുള്ളൂ? നമ്മുടെ ഇ എം എഫ് വരികയുള്ളൂ. എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ π/2 ആണെന്നും മനസ്സിലാകും, 90 ഡിഗ്രി ആണെന്നും മനസ്സിലാകും, അതും പ്ലസ് 90 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം കറണ്ട് ഈ ഒരു കേസിൽ, കപ്പാസിറ്റർ ഓൺലി എന്ന് പറയുന്ന കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു, ഇ എം എഫ് ലാഗ് ചെയ്യുന്നു, ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസർ ആംഗിൾ, ഫേസിങ് ആംഗിൾ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഫേസർ ഡയഗ്രം വരയ്ക്കാൻ പോകുന്നു, അതിനനുസരിച്ച് ഗ്രാഫും വരയ്ക്കാൻ പോകുന്നു.